പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയെങ്കിൽ കർത്താവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. കൂടി വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് മുതൽ ഒരു ടോപ്പിക് ബേസിക് ആയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവകൃപ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ വളരെ കുറച്ചു പേരേ ഉള്ളൂ, എങ്കിലും 3-4 പേരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ വിഷയത്തെ ഒന്ന് അപഗ്രഥിക്കേണ്ടതിന് വേണ്ടി ഒരു തിരുവചന ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 2 തിമത്തിയോസിന്റെ ലേഖനം. ധന്യനായ പൗലോസ് ശ്ലീഹ തിമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, 2-ാം അധ്യായം, 1-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. സ്തോത്രം. പ്രാരംഭത്തിലെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് പൗലോസിന്റെ ലേഖനത്തിന്റെ പഠനം അല്ല. നമ്മൾ ഈ ലേഖനത്തിന്റെ 4 അധ്യായങ്ങളിലൂടെ സഞ്ചരിക്കും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഈ പുസ്തകത്തിന്റെ പഠനമല്ല, വിഷയത്തിന്റെ പഠനമാണ്. അത് ദൈവകൃപ അല്ലെങ്കിൽ ക്രിസ്തുവേശുവിലുള്ള കൃപ എന്നുള്ളതാണ് നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും ചിന്തിപ്പാൻ പോകുന്ന വിഷയം. നമുക്ക് ഈ 2 തിമത്തിയോസിന്റെ ലേഖനം ഒന്ന് പരിശോധിച്ചാൽ, പൗലോസിന്റെ ജീവിത സായാഹ്നത്തിൽ എഴുതിയ ലേഖനമാണ് 2 തിമത്തിയോസ്, അതായത് മരണത്തിന് തൊട്ടു മുമ്പ്. ആക്ച്വലി ഇതൊരു കാരാഗ്രഹ ലേഖനമാണ്, എങ്കിലും ഈ ലേഖനത്തിന്റെ സ്വഭാവം വെച്ച് ഇതിനെ ഇടയലേഖനങ്ങളുടെ കാറ്റഗറിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ 1 തിമത്തിയോസ്, 2 തിമത്തിയോസ്, തീത്തോസ്, ഇത് 3 ഇടയ ലേഖനങ്ങളാണ്. പൗലോസ് 2 പ്രാവശ്യമാണ് റോമൻ കാരാഗ്രഹത്തിൽ അകപ്പെട്ടത്. അതിനർത്ഥം വേറെ കാരാഗ്രഹത്തിലൊന്നും പോയിട്ടില്ലെന്നല്ല. അദ്ദേഹം ഫിലിപ്പിയൽ കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട്, യെരുശലേമിലുണ്ട്. എന്നാൽ റോമിൽ 2 പ്രാവശ്യം കാരാഗ്രഹത്തിൽ താൻ കിടന്നു. വേദ ചിന്തകന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ആദ്യത്തെ പ്രാവശ്യം AD 60 മുതൽ 62 വരെയുള്ള കാലത്തിലാണ്. ആ കാരാഗ്രഹം ഒരു വീട്ടുതടങ്കലിലായിരുന്നു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. അവിടെ വലിയ റെസ്ട്രിക്ഷൻസുകളൊന്നുമില്ലായിരുന്നു. പൗലോസിന്റെ കൂടെ 2 പടയാളികൾ എപ്പോഴും ഉണ്ടായിരുന്നേ ഉള്ളൂ. ആളുകൾക്ക് പൗലോസിനെ വിസിറ്റ് ചെയ്യാനും യോഗം നടത്താനും എഴുതാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം പൗലോസിനുണ്ട്. അതിനുശേഷം AD 62-ൽ പൗലോസ് ആ കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനായി. എങ്കിലും പിന്നീടൊരു 2-3 വർഷങ്ങൾ പൗലോസ് പലയിടങ്ങളിൽ സഞ്ചരിച്ച് ശുശ്രൂഷകൾ നടത്തി, മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് നമുക്ക് ഈ 1-ഉം 2-ഉം തിമത്തിയോസിന്റെ ലേഖനത്തിൽ ഇത് വ്യക്തമാണ്. സ്തോത്രം. നമുക്ക് വഴിയെ ആ ഭാഗത്തോട്ടൊക്കെ വരാം. സ്തോത്രം. അതിനുശേഷം AD 65-66 കാലഘട്ടങ്ങളിലായിരിക്കണം 2ാമത് പൗലോസിനെ കാരാഗ്രഹ വാസത്തിലേക്ക് പോകുന്നത്. അതിന് ഒരു പശ്ചാത്തലമുണ്ട്. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാൻ പറ്റുന്നത്, പൗലോസ് അറസ്റ്റിലാകുന്ന കാലഘട്ടത്തിൽ AD 65-66 കാലഘട്ടമാണ്. സ്തോത്രം.
ആ കാലഘട്ടത്തിലെ റോം ഭരിച്ചിരുന്ന ചക്രവർത്തി നീറോ ചക്രവർത്തിയായിരുന്നു. നമുക്കറിയാം AD 64 ഒരു ജൂലൈ മാസത്തിൽ AD 64 ഒരു ജൂലൈ മാസത്തിൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അറിവോടുകൂടെ റോമൻ പട്ടണത്തിന് അദ്ദേഹം തീയിട്ടു. സ്തോത്രം. അങ്ങനെ AD 64 ജൂലൈ മാസത്തിൽ റോമൻ പട്ടണം കത്തി. ഈ റോമൻ പട്ടണം നശിപ്പിക്കുവാനുള്ള ഒരു കാരണം എന്താണെന്ന് പല ആളുകളും ചോദിച്ചപ്പോൾ ആ പട്ടണം നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ചക്രവർത്തി ക്രിസ്ത്യാനികളുടെ മേലേക്ക് ചുമത്തുകയും അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഒരു നേതാവ് എന്ന നിലയിലാണ് പൗലോസിനെ രണ്ടാമത് അറസ്റ്റ് ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാരാഗ്രഹവാസം ഒരു പരിഗണനയുമില്ലാത്ത വളരെ ക്രൂരമായ ഒരു കാരാഗ്രഹവാസമായിരുന്നു. ഭൂമിയിൽ നിന്ന് നല്ല താഴ്ചയുള്ള ഒരു ഗുഹയിൽ പൗലോസ്ലിഹായെ യാതൊരുവിധമായ പരിഗണനയുമില്ലാതെയാണ് അദ്ദേഹത്തെ രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ കൊണ്ടുപോയത്. അദ്ദേഹം അറസ്റ്റിലായത് ത്രോവാസിൽ നിന്നാണ് എന്നാണ് മനസ്സിലാകുന്നത്. പൗലോസ് തിമോത്തിയോസ് ലേഖനം എഴുതും പറയുന്നുണ്ട്, ത്രോവാസിൽ ഞാന് കർപ്പോസിന്റെ വീട്ടിൽ വെച്ച് ആ ചർമ്മലിഖിതങ്ങളും പുതപ്പുകളും നീ വരുമ്പോൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന്. പൗലോസിനെ പോലൊരു മനുഷ്യനൊന്നും അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള ചർമ്മലിഖിതം ഒന്നും ഒരിക്കലും മറക്കുന്നതല്ല. പക്ഷെ ആ ചർമ്മലിഖിതവും പുതപ്പും പോലും എടുക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് അവിടെ കിട്ടിയില്ല, ത്രോവാസിലെ കർപ്പോസിന്റെ വീട്ടിൽ. അപ്പോൾ ആ സാഹചര്യം പോലും കിട്ടാതിരുന്ന ആ സംഭവം പൗലോസിന്റെ അറസ്റ്റ് ആയിരിക്കാമെന്നാണ് വേദചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ പൗലോസ് അവിടുന്ന് അറസ്റ്റിലായി താൻ കാരാഗ്രഹത്തിലേക്ക് രണ്ടാമത് വരികയാണ്. പക്ഷെ പൗലോസിന് രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ നിന്ന് താൻ ഒരിക്കലും പുറത്തു വരത്തില്ലെന്നുള്ള നല്ല ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നാമത്തെ കാരാഗ്രഹവാസം നയിക്കുമ്പോൾ പൗലോസിന് മോചിക്കപ്പെടണമെന്നും പുറത്തു വരണമെന്നൊക്കെ ആശയം ഉണ്ടായിരുന്നു. പൗലോസ് അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ താൻ ഇനിയും പുറത്തോട്ട് വരും എന്നുള്ള യാതൊരു ഉറപ്പും തനിക്കില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏകദേശം AD 66 കാലഘട്ടം ആയപ്പോൾ പൗലോസിന് തന്റെ നിര്യാണകാലം അടുത്തു എന്നുള്ള ബോധ്യമുണ്ടായി. സ്തോത്രം. താൻ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ബോധ്യം തനിക്കുണ്ടായി. സ്തോത്രം. അപ്പോൾ തന്റെ മരണം അടുത്ത് നിൽക്കുന്ന സമയത്ത്, തന്റെ ജീവിത സായാഹ്നത്തിന്റെ സമയത്ത് പൗലോസ് നിജപുത്രനായ തിമോത്തിയോസിന് നിരവധി നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയാണ് വ്യക്തിപരമായ ഒരു ലെറ്റർ എന്ന നിലയിലും ഈ ലേഖനം എഴുതി തയ്യാറാക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ തിമോത്തിയോസിന് മാത്രമല്ല, ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമുക്കും ഈ ലേഖനത്തിലെ നിർദ്ദേശങ്ങൾ ഈടുറ്റ നിർദ്ദേശങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ 4 അധ്യായം, 2 തിമോത്തിയോസിന്റെ ഈ 4 അധ്യായവും 1 തിമോത്തിയോസിന്റെ ലേഖനവും എല്ലാം പൗലോസ് ഇനി അഥവാ തിമോത്തിയോസിനെ കണ്ടില്ലെങ്കിൽ എന്നോർത്ത് തിമോത്തിയോസിനോട് പറയാനുള്ള ഈടുറ്റ ആത്മീക നിർദ്ദേശങ്ങളാണ്. സ്തോത്രം. ആ നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശം മാത്രമാണ് നമ്മൾ വരുന്ന ചില ആഴ്ചകളായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാൻ ഇതേ വിഷയം തന്നെ ഞങ്ങളുടെ മോർണിംഗ് പ്രയറിനകത്തും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കാരണം ഈ വിഷയം എന്നെ കുറച്ചേറെ സ്വാധീനിച്ചിട്ടുള്ള വിഷയമാണ്. സ്തോത്രം. സാധാരണ ഞാൻ ലേഖനങ്ങളൊന്നും അധികം എടുക്കാറില്ല. കാര്യം ഈ പഴയ നിയമവും സുവിശേഷവും ഒന്നും പ്രസംഗിക്കുമ്പം കിട്ടുന്ന ഒരു ആത്മീയ അന്തരീക്ഷം ഒന്നും ലേഖനം പറഞ്ഞാൽ കിട്ടത്തില്ല. സ്തോത്രം ഒന്നും കിട്ടാൻ വളരെ കുറവാണ്. അപ്പം നിങ്ങളിപ്പം കുറച്ചുപേരെ ഉള്ളത് കൊണ്ട് സ്വോത്രം പ്രതീക്ഷിക്കാതെ ഉള്ളൊരു ക്ലാസ് അതിന് എടുക്കും. പിന്നെ എൻ്റെ മോർണിംഗ് പ്രയറിൽ എനിക്ക് സ്വോത്രം കിട്ടും, കാരണം അവർക്ക് എൻ്റെ രീതി അറിയാം. അതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരുന്നത്. സ്തോത്രം. അപ്പം നമുക്ക് ആ നിർദ്ദേശത്തിലേക്കൊന്ന് വരാം. അതിന്റെ ഒരു മുഖവുര പറഞ്ഞിട്ടേ നമുക്ക് ആ വാക്യത്തിലോട്ട് കയറാൻ പറ്റും. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 2 തിമോത്തിയോസ് 2:1. പൗലോസിന്റെ തിമോത്തിയോസിനോടുള്ള ഒരു നിർദ്ദേശം: എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നമ്മൾ പ്രാരംഭമായി 3 കാര്യങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്, 3 ഹെഡിങ്ങുകൾ.
ഒന്നാമത്തെ ഹെഡിങ് ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞ ആ നിർദ്ദേശത്തിന്റെ അർത്ഥം എന്ത്? സ്തോത്രം. രണ്ടാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ നിർദ്ദേശത്തിന്റെ ആവശ്യകത എന്ത് എന്നുള്ളതാണ്. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നുള്ള നിർദ്ദേശത്തിന്റെ ആവശ്യകത എന്ത്? മൂന്നാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ നിർദ്ദേശത്തെ അനുസരിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കം എന്താണ്? ഈ നിർദ്ദേശത്തിന്റെ അനുസരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം എന്താണ്? അപ്പോൾ മൂന്ന് കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രാരംഭമായി. സ്തോത്രം. ഒന്ന്, ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം എന്ത്? രണ്ട്, ഈ നിർദ്ദേശത്തിന്റെ ആവശ്യം എന്ത്? മൂന്ന്, ഈ നിർദ്ദേശം അനുസരിക്കുവാനുള്ള ഒരുക്കം എന്ത്? എന്താണ് നിർദ്ദേശം എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം. എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല, ചില വാക്കുകളിൽ പറഞ്ഞു വിടും. കാര്യം രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ ചില എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. സ്തോത്രം. ഒന്നാമത്തെ വിഷയം, ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം എന്താണ്? ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നുള്ള ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ ഇതിൽ ചിന്തിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം തന്നെ ക്രിസ്തുവേശു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പത്രോസിന്റെ ലേഖനം, യോഹന്നാന്റെ ലേഖനം, മറ്റ് ലേഖനങ്ങളെല്ലാം വായിച്ച അവിടെ എല്ലാം യേശു ക്രിസ്തു. ഈ പൗലോസിന്റെ ലേഖനങ്ങളിലെല്ലാം പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ ക്രിസ്തുവേശു എന്നാണ്. ഇതൊരു വിവാദം തന്നെ ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചൊല്ലി. സ്തോത്രം. നിങ്ങൾ ഈ പൗലോസ്ലിഹയുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി. എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു അപ്പോസ്തലപ്രവൃത്തി 18:5 തോന്നുന്നു. ഷീലാസും തിമോത്തിയോസും മക്കതോനിയിൽ നിന്ന് വന്നാറെ പൗലോസ് സുവിശേഷ ഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാരുടെ ഇടയിൽ തെളിയിച്ചെന്നായിരുന്നിരിക്കുന്നത്. അപ്പം പൗലോസിന്റെ പ്രസംഗം ഇത് തന്നെയായിരുന്നു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കുകയായിരുന്നു. അപ്പം മറ്റ് എഴുത്തുകാർ, പത്രോസ്, യോഹന്നാന്, യാക്കോബ്, ഇവരൊക്കെ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ പൗലോസ് ഏറെയും പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ക്രിസ്തു യേശു എന്നാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വലിയ പഠനത്തിനൊന്നും പോയില്ല എങ്കിൽ പോലും ചില വേദചിന്തകന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം, സ്തോത്രം, ഈ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ ഒരു ക്രമമായിരിക്കാം പൗലോസ് എപ്പോഴും ക്രിസ്തുവേശു എന്ന് പറയാൻ കാരണമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞാല്, ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള ഒരു അറിവിന്റെ, പരിചയത്തിന്റെ ഒരു ക്രമമായിരിക്കാം പൗലോസ് എപ്പോഴും ക്രിസ്തുവേശു എന്ന് പറയാൻ കാരണമെന്നാണ് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പത്രോസ് ആണെങ്കിലും യാക്കോബ് ആണെങ്കിലും യോഹന്നാൻ ആണെങ്കിലും ഇവരൊക്കെ ആദ്യം പരിചയപ്പെട്ടത് യേശുവിനെയാണ്. ശരിയല്ലേ? യേശു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശു എന്ന് പറഞ്ഞാല് രക്ഷകൻ എന്നതാണ് അർത്ഥം. ഈ രക്ഷകൻ എന്നാണ് അർത്ഥം എങ്കിൽ പോലും യേശു എന്നുള്ളത് അവന്റെ താഴ്ചയിലുള്ള നാമമാണ്. അതുകൊണ്ടാണല്ലോ മർക്കോസ് യേശുവിനെ ദാസനായ ചിത്രീകരിച്ചത്. അപ്പം യേശു എന്നുള്ള ഈ ഭൂമിയിലെ 33.5 വർഷം സ്വീകരിച്ച ആ നാമം താഴ്ചയിലുള്ള നാമമാണ്. സ്തോത്രം. അപ്പൊ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ പരിചയപ്പെട്ടതും അറിഞ്ഞതും ആ നാമമാണ്. സ്തോത്രം. പക്ഷേ പൗലോസ് പരിചയപ്പെടുന്നത് യേശു എന്നുള്ള താഴ്ച വന്ന നാമമല്ല. പൗലോസ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് യേശു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമാണ്. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശു എന്ന നാമമല്ല, ക്രിസ്തു എന്ന നാമത്തിലേക്കാണ്. അതുകൊണ്ടല്ലേ അപ്പോസ്തലപ്രവൃത്തി 2 പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ച നസറേയനായ യേശുവിനെ തന്നെ, അതേ യേശുവിനെ തന്നെ പിതാവ് കർത്താവും ക്രിസ്തുവുമാക്കി. എപ്പോഴാണ് ക്രിസ്തുവാക്കിയത്? മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവർ ക്രിസ്തുവായി എഴുന്നേൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ
പൗലോസ് പരിചയപ്പെട്ടത് താഴ്ച ഭവിച്ച നാമമായ യേശു എന്ന നാമത്തിലല്ല, പിന്നെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് ഉയരത്തിൽ നിന്ന് കേട്ട ആ ശബ്ദം ക്രിസ്തുവായിരുന്നു. സ്തോത്രം. അപ്പോൾ ആ ഒരു പരിചയത്തിന്റെ ക്രമമായിരിക്കാം ഇവിടെ പൗലോസിന്റെ ഉച്ചാരണങ്ങളിലെല്ലാം ക്രിസ്തുവേശു ക്രിസ്തുവേശു എന്നുള്ള അഭിസംബോധന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് ആ വാക്യത്തിൽ നിന്നുള്ള മറ്റൊരു പ്രയോഗം കൂടെ ശ്രദ്ധിക്കണം. സ്തോത്രം. മറ്റൊരു പ്രയോഗം ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ശക്തിപ്പെടുക. ഈ ഒരു വാക്കിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ശക്തിപ്പെടുക എന്നുള്ളതിന് അവന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സ്ട്രോങ് എന്നാണ്. സ്ട്രോങ് എന്നായതുകൊണ്ട് അതിനെ നമുക്ക് ഡുനാമീസ് എന്ന് പറയാൻ കഴിയില്ല. പകരം ഈ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ശക്തി എന്ന് പറയുന്നിടത്തെല്ലാം വരുന്നത് പവർ എന്നാണ് വരുന്നത്. ഈ പവർ എന്ന് വരുന്നിടത്താണ് ഡുനാമീസ്, എക്സ്പ്ലോഷൻ പവർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ശക്തിപ്പെടുക എന്നുള്ളത് സ്ട്രോങ് എന്ന ഒരു അർത്ഥത്തിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനൊരു വലിയ വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാൻ ഈ ഇവിടെ പറയുന്ന ശക്തിപ്പെടുക എന്നുള്ള ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ആരോഗ്യപരമായൊരു വളർച്ച പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവേശുവിനുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ആരോഗ്യപരമായ ഒരു വളർച്ച പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശക്തിപ്പെടുക എന്നുള്ളത് വളർച്ചയെ കാണിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ആരോഗ്യപരമായ ഒരു വളർച്ചയിലേക്ക് വരിക. അപ്പോൾ ശക്തിപ്പെടുക എന്നുള്ളതിന്റെ അർത്ഥം ഇവിടെ ആരോഗ്യപരമായ ഒരു വളർച്ച എന്നുള്ള തോതിലാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഇനി നമുക്ക് കൃപയാൽ എന്നുള്ള പദം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഞാന് ഒത്തിരി പരിമിതികളോടുകൂടെ പറയുകയാണ്. ഈ കൃപ എന്നുള്ള പദം വിശുദ്ധ വേദപുസ്തകത്തിൽ വിവിധ ആംഗിളുകളിൽ കൊടുത്തിട്ടുണ്ട്. നിരവധി മേഖലകളിൽ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഈ പദം കൊടുത്തിരിക്കുന്നത്, കൃപ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പദത്തിലോട്ട് ഇന്ന് പോകുന്നില്ല. സ്തോത്രം. നമ്മള് ദൈവം അനുവദിച്ച പോകും. ഇതിന്റെ ഇടഭാഗത്തോ അവസാന ഭാഗങ്ങളിലോ വരും. സ്തോത്രം. പക്ഷെ വിവിധ ആംഗിളുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കൃപ എന്നുള്ള അർത്ഥം. കാരണം ശാരീരിക മേഖലയിലുള്ള സൗഖ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ സാധാരണ കൃപ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് പ്രയോറിറ്റിയായി നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്ന ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്താണ് അർത്ഥം? അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന ദാനം അല്ലെങ്കിൽ നന്മയാണ് കൃപ. അതാണ് ആദ്യം ഓടി വരുന്ന ചിന്ത. അങ്ങനെ തന്നെ നമുക്കിതിനെ ഇപ്പൊ വ്യാഖ്യാനിക്കാം. സ്തോത്രം. അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന നന്മയാണ് കൃപ എങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മയും കൃപയാണ്. അത് കുടുംബമാകട്ടെ, തലമുറയാകട്ടെ, സമ്പത്താകട്ടെ, നിന്റെ വീട്ടിൽ കിടക്കുന്ന മൊട്ടുസൂചി മുതൽ സകലവും നിനക്ക് ലഭിച്ച നന്മകളെല്ലാം അർഹത കൊണ്ട് ലഭിച്ചതല്ല, കൃപ കൊണ്ട് ലഭിച്ചതാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കിയെന്നവർ, തിരിച്ചറിവുള്ളവർ വിളിച്ചു പറയണം, നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും കൃപയാൽ ലഭിച്ചതാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൗലോസ് പറയുന്നത്, എൻ്റെ മകനെ തിമോത്തിയോസേ, യേശു ക്രിസ്തുവിലുള്ള കൃപയാൽ അല്ലെങ്കിൽ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നാം ശക്തിപ്പെടുവാൻ, നാം വളരുവാൻ ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും നാം ഉപയോഗിക്കുക. ഈ വാക്യത്തിന്റെ അർത്ഥം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം ശക്തിപ്പെടുവാൻ, നാം വളർന്നു വരുവാൻ, നാം ശക്തരായി തീരുവാൻ ക്രിസ്തുവിൽ നമുക്ക് എന്തെല്ലാം നന്മകൾ ഉണ്ടോ, ക്രിസ്തുവിൽ നമുക്കുള്ള സകല നന്മകളും ഈ കൃപ എന്ന വാക്കിനകത്ത് ഉൾപ്പെട്ടതാണ്. സ്തോത്രം. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം: കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അല്ലെങ്കിൽ ക്രിസ്തുവേശു മുഖാന്തരം
സ്വർഗം നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള സകല കാര്യങ്ങളും ഉപയോഗിച്ച്, സകല നന്മകളും ഉപയോഗിച്ച് ആത്മീകമായി വളർന്ന് ശക്തി പ്രാപിക്കുന്ന ഒരു അവസ്ഥയ്ക്കുള്ള നിർദ്ദേശമാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തുവേശുവിന്റെ കൃപയാൽ നീ ശക്തിപ്പെടുക. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഈ നിർദ്ദേശത്തിൽ നിന്നുകൊണ്ട് ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ ചോദിക്കുന്നു, ദൈവം, പിതാവായ ദൈവം ക്രിസ്തുവേശുവിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകളും നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക്, നിങ്ങളുടെ ശക്തീകരണത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒരു സ്വയപരിശോധനയ്ക്ക് വിധേയമാക്കുക. സ്തോത്രം. ഇത്രയും പറഞ്ഞ് ഞാനിവിടെ ആ കൃപയാൽ എന്നുള്ളതിന്റെ ആ ഒരു വ്യാഖ്യാനം നിർത്തുകയാണ്. ഏകദേശം നിങ്ങൾക്ക് എന്താണ് അവിടെ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി കാണും. നമുക്കിനി രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അവിടെ നമുക്ക് ഒരു അല്പസമയം നിൽക്കണം. ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്ത. സ്തോത്രം. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ ടോപ്പിക്ക് ഈ നിർദ്ദേശത്തിന്റെ ആവശ്യം എന്താ. ഇവിടെ ഇപ്പം എൻ്റെ മകൻ തിമോത്തിയോസേ, അല്ലെങ്കിൽ എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് ഒരു നിർദ്ദേശം ഇപ്പോൾ കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താ. സ്തോത്രം. ഞാനതിന് 4 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പം ഒരുപക്ഷെ ഒരു കാര്യമേ ചിന്തിക്കാൻ പറ്റുള്ളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സാറ്റർഡേ ബാക്കി ക്ലാസ്സിലേക്ക് പോകാം. സ്തോത്രം. തിമോത്തിയോസിന് ഇപ്പോൾ പൗലോസിലൂടെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടണം, അടിയന്തരമായി നീ ശക്തിപ്പെടണം എന്നുള്ള ഈ നിർദ്ദേശത്തിന്റെ ആവശ്യകത എന്താണ്. സ്തോത്രം. നമുക്ക് ഒന്നാമതായി ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, വ്യക്തിപരമായി തിമോത്തിയോസിന് ഈ നിർദ്ദേശം അത്യാവശ്യമാണ് എന്നുള്ള ബോധ്യം പൗലോസിനുണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം പൗലോസ് കൊടുക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിഷയം അതാണ്. എന്ന് പറഞ്ഞാൽ തിമോത്തിയോസിന് തന്നെ ഈ നിർദ്ദേശം വ്യക്തിപരമായി അത്യാവശ്യമായിരുന്നുവെന്ന് പൗലോസിനുള്ള ബോധ്യമാണ് ഇങ്ങനൊരു നിർദ്ദേശം വെക്കുന്നത്. ഞാൻ അതിന് ചില ഭാഗങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചു പോകാം. നിങ്ങൾ എൻ്റെ കൂടെ എന്നെ ശ്രദ്ധിക്കുക വേണ്ട, തിരുവെടുത്ത് ശ്രദ്ധിച്ച് പോവുക. സ്തോത്രം. നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ ഈ തിമോത്തിയോസ് ബാഹ്യമായി വലിയ ഉത്സാഹി ഒന്നും ആയിരുന്ന ആളൊന്നുമല്ല. സ്തോത്രം. ഈ ഈ ലേഖനം വായിക്കുന്നവർക്കറിയാം, തിമോത്തിയോസ് ഭാഗ്യമായി വലിയ ഉത്സാഹിയായ ഒരു മനുഷ്യനൊന്നും അല്ലായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാല് എത്ര പിന്നോട്ട് മാറാൻ പറ്റുമോ, എത്ര പിന്നോട്ട് നിൽക്കാൻ പറ്റുമോ അത്രയും പിന്നോട്ട് നിൽക്കുന്ന, അതിനിഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഈ തിമോത്തിയോസ്. സ്തോത്രം. എന്ന് പറഞ്ഞാല് മുൻപിൽ വന്ന് നിൽക്കാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആളായിരുന്നില്ല തിമോത്തിയോസ്. തിമോത്തിയോസിനെ കുറിച്ചൊരു ചിത്രമാണ് ഞാനീ പറയുന്നത്. അദ്ദേഹം, നമ്മൾ ഈ ലേഖനം വായിക്കുമ്പോൾ പറയുന്ന പോലെ അദ്ദേഹം അത്ര ഒരു ഉത്സാഹിയോ ഭാഗ്യമായ ഒരു ഉത്സാഹിയോ മുൻപിൽ വന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹം എപ്പോഴും പുറകിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു തിമോത്തിയോസ്. അത് ഈ ലേഖനത്തിനകത്തു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ പറയുന്നത്. സ്തോത്രം. ഞാനതിന് ചില ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കാം. സ്തോത്രം. ഈ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ പൗലോസ് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട് തിമോത്തിയോസിനോട്. എന്താ ഓർമ്മപ്പെടുത്തൽ? അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം ഓർമ്മപ്പെടുത്തണമെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ആളിപ്പോ അത് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞ ആക്കതില്ലാത്തോണ്ടല്ല, ആണോ? അവിടെ പറയുന്നു എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം. അപ്പം ഓൾറെഡി കൃപാവരം ഉണ്ട്, പക്ഷെ ആളത് യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. കൃപാവരമുണ്ട്, പക്ഷെ അത് ജ്വലിപ്പിക്കുന്നില്ല, ആ കൃപാവരം ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് തിമോത്തിയോസിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? അത് ജ്വലിപ്പിക്കണം, ഓർമ്മപ്പെടുത്തുക. പുള്ളി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുള്ളി വലിയൊരു ഉത്സാഹിയായ ആളല്ലായിരുന്നു.
ഞാൻ പറഞ്ഞില്ലേ, പുള്ളി പുറകിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന പാർട്ടിയാണ്, മുമ്പിലോട്ട് അധികം വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കൃപാവരമുണ്ട്. അയ്യോ, നമ്മളൊക്കെയാണ് ഇവിടെ പല ആളുകളും കൃപാവരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കിട്ടിക്കഴിഞ്ഞവർക്കറിയാം അവരവരുടെ അവസ്ഥ. ഈ കൃപാവരം ഈ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ കിട്ടിയ ഒരു പുള്ളി അതിനെ വലിയ പ്രാധാന്യം കൊടുക്കാതെ, അതിനെ ജ്വലിപ്പിക്കാതെ നടക്കുക. അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഈ തിമത്യോസിനെ പൗലോസ് ആണല്ലോ എഫസോസിലേക്ക് അയച്ചല്ലോ. 1 തിമത്യോസിന്റെ ലേഖനത്തിൽ എഫസോസിലെ ശുശ്രൂഷയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്. അവിടെ നിന്നൊക്കെ കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ ആയിരിക്കാം പുള്ളി കൃപാവരം ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ ആട്ടെ, എന്തെങ്കിലും ആട്ടെ, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോ ഈ ഒരു ഓർമ്മപ്പെടുത്തലിനകത്തു തന്നെ നമുക്ക് വ്യക്തമാണ് ഇദ്ദേഹം ശുശ്രൂഷയിൽ ഇപ്പൊ ഇച്ചിരി പുറകിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ ഈ നിർദ്ദേശം തിമത്യോസിന് വ്യക്തിപരമായ അത്യാവശ്യമാണ്. ലഭിച്ച ദൈവകൃപയുടെ ജ്വലനത്തെ, ലഭിച്ച കൃപാവരത്തിന്റെ ജ്വലനങ്ങളെ പ്രാധാന്യം കൊടുത്ത് കാണാതെ, അതിനെ യൂസ് ചെയ്യാതെ, അലക്ഷ്യമാക്കി, ആ കൃപാവരത്തെ ജ്വലിപ്പിക്കാതെ പുറകോട്ട് നിൽക്കുമ്പോൾ പൗലോസിലൂടെ തിമത്യോസിനോട് പറയുകയാണ്, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ഈ ദിവസങ്ങളിൽ ശക്തിപ്പെട്ടേ മതിയാകൂ. സ്തോത്രം. അപ്പം ഈ നിർദ്ദേശം തിമത്യോസിന് അത്യാവശ്യമല്ലായിരുന്നോ? സ്തോത്രം. ഇനി ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാനുണ്ട്. സ്തോത്രം. കൂടാതെ നമുക്ക് 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പൗലോസ് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ശ്രദ്ധിച്ച്, അവിടെ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത് എന്ന് പറയുമ്പോൾ അതിനകത്ത് അടുത്ത കാര്യം ഉറപ്പാ, ഇദ്ദേഹത്തിനൊരു ഭീരുത്വം ഉണ്ടായിരുന്നു. ഭീരുത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഭയം. സ്തോത്രം. ഈ ഭയം എന്ന് പറയുന്നത് ഗോഡ്ലി ഫിയറുമുണ്ട്, അൺഗോഡ്ലി ഫിയറുമുണ്ട്. ദൈവദത്തമായുള്ള ഭയവുമുണ്ട്, ദൈവദത്തമല്ലാത്ത ഭയവുമുണ്ട്. ഈ ദൈവദത്തമായ ഭയം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ദൈവത്തോട് ഭയവും മാതാപിതാക്കളോട് ഭയവും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഈ ദൈവദത്തമായ ഭയം എപ്പോൾ അൺഗോഡ്ലി ആയിട്ടുള്ള ഭയമായി മാറുമോ അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോബിയ എന്നാണ് മെഡിക്കൽ സയൻസ് വിളിക്കുന്നത്. ഫോബിയ. സ്തോത്രം. ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. സ്തോത്രം. ഒരിക്കല് ചില ഡോക്ടേഴ്സ് 700 ആണ് എനിക്ക് തോന്നുന്നു, 700-ലധികം ഫോബിയാസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ അടുത്ത കാലത്തൊരു സിംഗപ്പൂരിലുള്ള ഒരു കൂട്ടം ഡോക്ടേഴ്സ് പറയുന്നത് 7000-ഓളം ഫോബിയ ഉണ്ടെന്നാണ്. ശരിയാണ്. ചിലർക്ക് ഹൈറ്റ് നോക്കാൻ പേടിയാ, ചിലർക്ക് ലിഫ്റ്റ് കയറാൻ പേടിയാ, ചിലർക്ക് കാർ ഓടിക്കാൻ പേടിയാ, ലൈസൻസ് ഉണ്ട് ഓടിക്കാൻ. ചിലർ ആളുകളെ സംബന്ധിച്ച് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ, ചിലർക്ക് അവരുടെ ശരീരത്തിൽ രോഗം വരുമോ എന്ന് പേടിയാ. ഏതെങ്കിലും രോഗത്തിന്റെ ലക്ഷണം വായിച്ചാൽ മതി, പിന്നെ ഇവിടെ ഒരു വേദന വന്നാൽ പിന്നെ പേടിയാ. ഫോബിയ ഉണ്ട് അവരിൽ, ഒരു സംശയവും. അങ്ങനെ ഒരു ഫോബിയ. ഈ ഭയത്തെ ജയിച്ചില്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റുകയില്ല. കാരണം ഭയം നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും കോൺഫിഡൻസും നിങ്ങളുടെ ധൈര്യം ഇതിനെല്ലാം നശിപ്പിക്കും. സ്തോത്രം. അതുകൊണ്ടല്ല യേശു അമരത്തുണ്ടായിട്ട് പോലും ശിഷ്യന്മാർ കാറ്റും തിരമാല അടിച്ചപ്പോൾ അവർ ഭയന്നിട്ട് ചോദിക്കുക, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പം ഈ ഭയം കയറിയാൽ വിശ്വാസത്തെ വരെ ഭയം ചോർത്തും. സ്തോത്രം. യോഹന്നാന്റെ ലേഖനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു എഴുതിയിട്ടുണ്ട്, ഭയം നമ്മെ ദണ്ഡിപ്പിക്കും എന്നാ പറയുന്നത്. ഓക്കെ, ഭയം ദണ്ഡിപ്പിക്കും. സ്തോത്രം. അപ്പൊ ഈ ഭയം എന്ന് പറയുന്നത് സാധാരണ ഒരു വിഷയമല്ല. ഈ ഭയത്തിന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതാണ് പൗലോസ് ഇവിടെ തിമത്യോസിനോട് പറയുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ദ സ്പിരിറ്റ് ഓഫ് ഫിയർ. നിന്നിലൊരു ഭയത്തിന്റെ സ്പിരിറ്റ് ഉണ്ട്. ഞാൻ ആ ഭാഗം പറയുമ്പോൾ ഈ തിമത്യോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 4-ാം അധ്യായത്തിലാണോ 5-ാം അധ്യായത്തിലാണോ, 5-ാം അധ്യായത്തിൽ, 1 തിമത്യോസ് 5-ാം അധ്യായത്തിൽ, 1 തിമത്യോസ് 5-ാം അധ്യായത്തില് 23-ാം വാക്യത്തിൽ തിമത്യോസിനോട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. എന്താ പറയുന്നറിയാമോ? മേലാൽ ഈ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണവും നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചുള്ള ഇതിനെയൊക്കെ എടുത്ത് മിസ്യൂസ് ചെയ്യുന്ന
ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ ഈ ഈ ഞാൻ ഈ ഭാഗത്തെ കുറിച്ച് വായിച്ചപ്പം ഒരു ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന വിഷയം, നമ്മുടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹത്തിന് ഈ ഭയമുള്ളത് കൊണ്ട് കൂടെ കൂടെ പുള്ളിക്ക് വയറിന് പ്രശ്നമുണ്ട്. അപ്പൊ ഞാനിത് വായിച്ചപ്പോൾ ഇത് ഞാനുമായിട്ട് ഒത്തിരി റിലേറ്റഡ് ആയി ഈ വിഷയം. കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഈ തിമോത്തിയോസിനെ വിളിച്ച ഒരാൾ പറയുകയാണ്, അടുത്ത ചൊവ്വാഴ്ച ചർച്ചിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞത്തെ കാര്യമാണ്. സ്തോത്രം. ആ പ്രസംഗിക്കേണ്ട ഡേറ്റിന്റെ അന്ന് രാവിലെ മുതൽ പുള്ളിക്ക് വയറിന് അസ്വസ്ഥതയാണ്. അത് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നാണ് അതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രോഗമല്ല, അദ്ദേഹത്തിന്റെ ആ ഭയം ശരീരത്തെ ബാധിച്ചിട്ട് രോഗം പോലെ വരിക. എനിക്ക് ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുള്ള ആളാണ്. കാര്യം എനിക്ക് ട്രെയിൻ യാത്ര, ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്യുമ്പം ഭയങ്കര ആദിയോ പരവേശമോ എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല. ഈ അടുത്ത കാലങ്ങളിലാണ് ഞാൻ ഇതിനൊക്കെ ജയിച്ചത്. ട്രെയിനെ കയറി ഇരിക്കുന്നിടം വരെ എനിക്ക് അസ്വസ്ഥതയാണ്. അതിന് എനിക്ക് ചില തെറ്റാനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. കാര്യം ടിക്കറ്റ് ലാസ്റ്റ് സമയത്ത് കൺഫേം ആകാതെ ഞാൻ ആന്ധ്രായി വരെ നിന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ഒരു ഭയം. പിന്നെ ഫ്ലൈറ്റിന്റെ സമയത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഭയം നിമിത്തം പുള്ളിക്ക് വയറിന് പ്രശ്നം ഉണ്ടാകും. വയറിന് പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാര്യം, പുള്ളിയുടെ ഈ ആരെങ്കിലും വിളിച്ച ഇന്ന സഭയിലോ ഇന്ന ദിവസം അന്ന് രാവിലെ മുതൽ പുള്ളിക്ക് വയറിന് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയാ, ഈ വെള്ളം മാത്രം കുടിക്കാതെ നീ ഇടയ്ക്ക് ആ വയറിന്റെ അസ്വസ്ഥതയൊക്കെ മാറാൻ ഒരല്പം വീഞ്ഞൂടെ കുടിച്ചോളാനാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഭയപ്പെട്ട് നിൽക്കുക, ഭീരുത്വത്തിൽ നിൽക്കുമ്പോൾ ആ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ശക്തിപ്പെട്ടേ മതിയാവും. നിന്റെ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ, നീ തേജസ്സോടെ പുറത്തു വരണമെങ്കിൽ, നീ പോകുന്നിടത്തെല്ലാം ശോഭിക്കപ്പെടണമെങ്കിൽ, എനിക്ക് പകരക്കാരനായി നീ തീരണമെങ്കിൽ, ക്രിസ്തുവേശുവിന്റെ കൃപയിൽ നീ ശക്തിപ്പെട്ടേ മതിയാവും. സ്തോത്രം. ഈ നിർദ്ദേശം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇനി അത് മാത്രമല്ല, മൂന്നാമതൊരു കാര്യം കൂടെ, ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരു കാര്യം കൂടെ അത്യാവശ്യം പറഞ്ഞ് നമുക്ക് ആ വിഷയത്തിലേക്ക് വിടാം. ഈ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും പറയുന്നൊരു പദമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. അവിടെ ആ വാക്യത്തിനകത്ത് ഒരു കാര്യം വ്യക്തമായി. ഇദ്ദേഹത്തിന് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. പുള്ളിക്ക് ലജ്ജയുള്ള മനുഷ്യനാണ്. എന്തുകൊണ്ട് ലജ്ജ? കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ചും ലജ്ജയുണ്ട്. ഗുരുനാഥനായ, തന്നെ രക്ഷിക്കപ്പെടുത്തിയെടുത്ത തന്റെ ഗുരുവിനായ പൗലോസിനെ കുറിച്ച് ഓർത്ത് ലജ്ജയാണ്. സ്തോത്രം. അപ്പൊ തനിക്ക് ലക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയും കൂടെ തനിക്കുണ്ടായി. സ്തോത്രം. നിങ്ങൾ ഈ ഇംഗ്ലീഷിൽ, ആംഗലേയ ഭാഷയിൽ തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയൊക്കെ ടിമിഡ് തിമോത്തി എന്നാ പറയുന്നത്. ടിമിഡ് തിമോത്തി, TIMID, ടിമിഡ് തിമോത്തി എന്നാ പറയുന്നത്. ഈ ടിമിഡ് എന്ന വാക്കിന്റെ അർത്ഥം ലജ്ജയുള്ള എന്നാണ്. നാണം കുണുങ്ങി എന്നൊക്കെയാണ് അർത്ഥം. ഭീരു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. എന്നാല് തീത്തോസിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനല്ല പറയുന്നത്. തീത്തോസ് തിമോത്തിയോസിനെ പോലെ അല്ലായിരുന്നു. പുള്ളി കുറച്ചുകൂടെ പവർഫുൾ ആയിരുന്നു. സ്തോത്രം. തീത്തോസിനെ കുറിച്ച് ആളുകൾ പറയുന്നത്, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയെ വിട്ടാൽ മതി, ആ കാര്യം നടപ്പിലാക്കിയിട്ടേ പുള്ളി വരുള്ളൂ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, കൊരിന്തിലേക്കൊക്കെ പുള്ളിയെ വിട്ട്, പൗലോസ് കൊരിന്തിലേക്കൊക്കെ അദ്ദേഹത്തെ വിട്ട്, പറഞ്ഞ കാര്യം തീർക്കാതെ പുള്ളി വരത്തില്ല. അത്ര സ്ട്രോങ് ആ. നിങ്ങൾ ഈ തീത്തോസിന്റെ ലേഖനം പഠിക്കുമ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിർദ്ദേശങ്ങൾ പൗലോസ് കൊടുക്കുമ്പോൾ വ്യത്യസ്തതയിൽ നമുക്കത് മനസ്സിലാക്കാം. സ്തോത്രം. അപ്പോൾ ഇവർ തമ്മിലൊരു കമ്പാരിസൺ നടത്തിയാൽ ഇദ്ദേഹം ടിമിഡാണ്. ഇദ്ദേഹം ലജ്ജയും നാണം കുടുങ്ങിയും ഭീരുത്വമുള്ള ആളാണ് തിമോത്തിയോസ്. പക്ഷെ മറ്റേ അദ്ദേഹം അങ്ങനല്ല. അദ്ദേഹത്തെ പൗലോസ് കൊരിന്തിലേക്കൊക്കെ വിട്ടതിന്റെ കാരണം, അത് ഒരു കാര്യം ഏൽപ്പിച്ചാൽ നടത്താൻ പറഞ്ഞാൽ പുള്ളി അത് ക്ലിയർ ആക്കിയിട്ടേ വരത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ തിമോത്തിയോസിനെ എഫസോസിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്തു പൗലോസ്. അവിടെ തിമോത്തിയോസിനെ എഫസോസിൽ വിട്ടിട്ട് പൗലോസ് പോന്നു. എന്നിട്ടും
പൗലോസിന് തിമത്യോസിനെ കുറിച്ച് ഭാരമാ. എന്താ ഭാരം? അവന്റെ യൗവനം ആരെങ്കിലും തുച്ഛീകരിക്കുമോ എന്നുള്ള ഭാരം. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? തീത്തോസിനെ കൊരിന്തിൽ വിട്ടിട്ട് ഈ ഭാരമില്ല. പക്ഷെ തിമത്യോസിനെ എഫസോസിൽ വിട്ടിട്ടും അദ്ദേഹത്തിന് കാരാഗ്രഹത്തിരുന്നൊരു സമാധാനമില്ല. അദ്ദേഹം അവന്റെ യൗവനം ആരെങ്കിലും തുച്ഛീകരിക്കുമോ എന്നുള്ള ഭാരമാണ്. അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് എഴുതുക, തിമത്യോസേ, എന്റെ മകനെ, നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കാതിരിക്കാൻ, നീ ശുശ്രൂഷയിൽ പുറത്തു വരാൻ നിനക്ക് ഞാൻ നൽകുന്ന ഏറ്റവും വിലപ്പെട്ട നിർദ്ദേശം, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. നിന്റെ ലജ്ജ മാറി, നിന്റെ ഭീരുത്വം മാറിയിട്ട്, അത് നിനക്ക് കൃപാവരങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്ന സ്വഭാവങ്ങൾ മാറിയിട്ട് ഈ തലമുറയിൽ ശുശ്രൂഷയിൽ നീ ജ്വലിച്ചു പുറത്തു വരുവാൻ ഏക മാർഗം, കുറുക്കു വഴിയില്ലാത്ത ഒറ്റ മാർഗമേ ഉള്ളൂ. അത് ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇന്ന് സായം സന്ധ്യയിൽ അവിചാരിതമായിട്ടാണ് ഈ ക്ലാസ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടത്. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്ക് ബോധ്യമാകുന്നു, ഈ ക്ലാസ് ചിലർക്കുള്ളൊരു സന്ദേശമാണ്. സ്തോത്രം. ഈ തലമുറയിൽ അവരെ ഇവരെ ഒന്ന് നോക്കി നിൽക്കണ്ട, ആരെയും നിങ്ങൾ മാതൃകയാക്കണ്ട. പകരം നിങ്ങൾക്ക് ചെയ്യാം, പ്രാർത്ഥനയിലാകട്ടെ, ആരാധനയിലാകട്ടെ, ദൈവവചന ധ്യാനത്തിലാകട്ടെ, ഏത് മാർഗത്തിലൂടെയും ക്രിസ്തുവേശു മുഖാന്തരം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകളിലൂടെയും നിങ്ങൾ ആ പ്രാപിച്ച ദൈവകൃപയിൽ ശക്തിപ്പെടുവാൻ, ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെട്ടാൽ വ്യക്തിപരമായി ശുശ്രൂഷയിൽ മുന്നേറാൻ കഴിയാതെ നിൽക്കുന്ന ലജ്ജകളെ, ഭയത്തിന്റെ സ്പിരിറ്റുകളെ എന്ന് മാത്രമല്ല, മുന്നേറുവാൻ നിൽക്കാതെ കൃപാവരങ്ങൾ ബന്ധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന അവസ്ഥകളെയൊക്കെ ആത്മാവിൽ അതിജീവിച്ച് എഫസോസ് പോലെയുള്ള പൈശാചിക പ്രതലങ്ങൾ നിറഞ്ഞ മേഖലകളിൽ ശുശ്രൂഷയിൽ കരുത്തരായി പുറത്തു വരുവാൻ ദൈവാത്മാവ് പറയുന്നു, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പോൾ പൗലോസ് തിമത്യോസിനോട് പറഞ്ഞ നിർദ്ദേശത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് ചിന്തിച്ച് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വ്യക്തിപരമായി തിമത്യോസിന് ഈ നിർദ്ദേശം അത്യാവശ്യമാണെന്ന് പൗലോസിന് ബോധ്യമായതുകൊണ്ടാണ് അദ്ദേഹം ഈ നിർദ്ദേശം പറഞ്ഞത്. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം. നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത സാറ്റർഡേ സ്തോത്രം നമുക്ക് ഇതിന്റെ ബാക്കിയായി ചിന്തിക്കാം. നമ്മുടെ തീം മറന്നു പോകരുത്, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ ഈ വചനത്തെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഏറ്റെടുക്കുന്നു. ഈ വചനം ഞങ്ങൾക്ക് വ്യക്തിപരമായി വലിയ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. നിന്റെ നാമം ചൊല്ലി ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. സന്ദേശത്തിനകത്ത് അവർ ഉറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിനും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോട്, കേട്ട വചനത്തോട് പിരിയുന്ന ഞാൻ ഓരോരുത്തരോടും നാളെ നടക്കുന്ന വിശുദ്ധ സഭായോഗങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനുണ്ടാകത്ത മേഘപ്രത്യക്ഷ വരെ ഇന്നും അനേകമുണ്ടാകും.